ഓക്കെ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് 13th എക്സ്പെരിമെൻറ്റിലെ റാഡിക്സ് സോർട്ടാണ്. ഈ റാഡിക്സ് സോർട്ടിനെ നമ്മൾ ബക്കറ്റ് സോർട്ട് എന്നും കൂടി പറയും. അപ്പം നോർമലി ബാക്കിയുള്ള സോർട്ടും റാഡിക്സ് സോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ബാക്കിയുള്ള സോർട്ടുകളെല്ലാം നമ്മൾ ഓരോ എലമെൻസുകളെയും അൺസോർട്ടഡ് ആയിരിക്കുന്ന ഓരോ എലമെൻസുകളെയും ഒരു അൽഗോരിതത്തിൽ പറയുന്ന സ്റ്റെപ്പിൽ കമ്പയർ ചെയ്താണ് നമ്മളൊരു സോർട്ടിങ് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. ബട്ട് ഈ റാഡിക്സ് സോർട്ടിൽ ഒരു കമ്പാരിസൺ എന്നുള്ളൊരു മെത്തേഡില്ല. കമ്പയർ ചെയ്യാതെയാണ് നമ്മൾ ഇതിന് റീഅറേഞ്ച് ചെയ്യുന്നത്. അതൊരു നല്ലൊരു ടെക്നിക്കാണ്, കമ്പാരിസൺ ഇല്ലാതെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ വാട്ട് ഈസ് റാഡിക്സ് സോർട്ട് എന്ന് വെച്ചാൽ, റാഡിക്സ് സോർട്ട് ഈസ് എ നോൺ കമ്പാരിറ്റീവ് ഇൻറ്റിജർ sorting algorithm that sorts numbers by processing individual digits. It operates by distributing elements into buckets according to their radix. Radix എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നമ്പറിൻ്റെ ബേസ്, നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ്, അതിനെയാണ് റാഡിക്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ അതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ 10 ആണ്. അതായത് അതിൻ്റെ ബേസ് 10 ആണ്. 0 to 9 വരെയുള്ള ഡിജിറ്റ്സ് വെച്ചിട്ടാണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ നമ്പർ ഓഫ് ഡിജിറ്റ്സ്, അതായത് അതിൻ്റെ ബേസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ബക്കറ്റ്സാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ അതിൻ്റെ റാഡിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഓപ്പറേറ്റ്സ് ബൈ ഡിസ്ട്രിബ്യൂട്ടിങ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോർട്ട് ചെയ്യേണ്ട നമ്പേഴ്സ് ഇൻറ്റു ബക്കറ്റ്സ് അക്കോർഡിംഗ് ടു ദെയർ റാഡിക്സ്. ഫോർ ഡെസിമൽ നമ്പർ സിസ്റ്റം ദ റാഡിക്സ് ഈസ് 10. ദ റാഡിക്സ് സോർട്ട് ആൾസോ നോൺ ആസ് ദ ബക്കറ്റ് സോർട്ട്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ, ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നിരിക്കുന്ന അൺസോർട്ടഡ് എലമെൻറ്റ്സിൽ ഏറ്റവും ഹയസ്റ്റ് എലമെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ നമ്പേഴ്സിൻ്റെ ഡിജിറ്റ്സിനെ ബേസ് ചെയ്ത്, ഇപ്പം ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഒരു 4 ഡിജിറ്റ് നമ്പറാണെങ്കിൽ ആ നമ്പറിനെ കണ്ടുപിടിച്ചിട്ട് അതിലെത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കുക. ഉള്ള നമ്പറുകളിൽ ഏറ്റവും ഹയസ്റ്റ് നമ്പർ കണ്ടുപിടിച്ചിട്ട് അതിലെത്ര ഡിജിറ്റ് ഉണ്ടെന്നാണ് നോക്കുന്നത്. എത്ര ഡിജിറ്റ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് പാസസ്സാണ് ഈ സോർട്ടിങ്ങിനകത്ത് വേണ്ടത്. അപ്പോൾ ഒരു നമ്പറിനകത്തുള്ള ഡിജിറ്റ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഈ റാഡിക്സ് സോർട്ടിനകത്ത് ഉണ്ട്. ഫൈൻഡ് ദ മാക്സിമം നമ്പർ ഇൻ ദ ഇൻപുട്ട് അറേ ടു ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് പാസസ് നീഡഡ് വിച്ച് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ദ ലാർജസ്റ്റ് നമ്പർ ഇൻ ദ അറേ. അപ്പം ഈ റാഡിക്സ് സോർട്ടിനകത്തുള്ള നമ്പർ ഓഫ് പാസസ് ആ റാഡിക്സ് സോർട്ടിനകത്തുള്ള ഹയസ്റ്റ് നമ്പറിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വി വാണ്ട് ടു ഫൈൻഡ് ദ ബിഗ്ഗസ്റ്റ് നമ്പർ ഇൻ ദ അൺസോർട്ടഡ് ലിസ്റ്റ്. ദെൻ സ്റ്റാർട്ട് സോർട്ടിങ് ബേസ്ഡ് ഓൺ ദ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ് ഓഫ് ഈച്ച് നമ്പർ. അപ്പം ഓരോ സോർട്ടിങ് ആരംഭിക്കുന്നത് ഓരോ നമ്പറിൻ്റെയും ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ് കണ്ടുപിടിച്ചിട്ട് ആ ഡിജിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് സോർട്ടിങ് തുടങ്ങുന്നത്. ക്രിയേറ്റ് ബക്കറ്റ്സ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ബക്കറ്റ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റം ആയതുകൊണ്ട് 10 ബക്കറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഈച്ച് പാസ് place each number into the buckets corresponding to the current digit value. അപ്പോൾ ഫസ്റ്റിലെ ഡിജിറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ്, അതായത് ആ ഒരു നമ്പറിൻ്റെ ഏറ്റവും ലാസ്റ്റിലെ ഡിജിറ്റ്, ആ ഡിജിറ്റ് എടുത്ത്, സപ്പോസ് അത് 3 ആണെങ്കിൽ മൂന്നാമത്തെ ബക്കറ്റിൽ ആ നമ്പറിനെ എടുത്തിട്ട്, അതുപോലെ ലാസ്റ്റ് ഡിജിറ്റ് 3 ഉള്ള നമ്പറുകളെല്ലാം ആ മൂന്നാമത്തെ ബക്കറ്റിലെടുത്തിട്ട്, ഇപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 5 ആണെങ്കിൽ ആ 5th ബക്കറ്റിനകത്തോട്ട് എല്ലാ നമ്പറും എടുത്തിട്ട്, മനസ്സിലായില്ലേ? ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ 0യിൽ എൻഡ് ചെയ്യുന്ന എല്ലാ നമ്പേഴ്സും 0th ബക്കറ്റിനകത്ത് എടുത്തിട്ട്, ഇപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 9, അതാണ് ഏറ്റവും ഹയസ്റ്റ്
ഡിജിറ്റ് ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് 0 to 9 ആണ്. 9 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 9 ആണെങ്കിൽ 9th ബക്കറ്റിലേക്ക് ആ നമ്പർ എടുത്തിടും. അതുപോലെ എത്ര 9th ഡിജിറ്റിൽ എൻഡ് ചെയ്യുന്ന നമ്പറുണ്ടോ അതെല്ലാം ആ ബക്കറ്റിനകത്ത് എടുത്തിടും. അപ്പോൾ അതാണ് ഈ ബക്കറ്റ് യൂസ്. എന്നിട്ട് ഈ ബക്കറ്റിലെ എല്ലാ നമ്പേഴ്സിനും വീണ്ടും നമ്മൾ ഒരറയിലേക്ക് കൊണ്ടുവരും. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ 0th ബക്കറ്റിനകത്ത് കിടക്കുന്ന നമ്പർ ആദ്യം വയ്ക്കും. ദെൻ ഫസ്റ്റ് ബക്കറ്റിനകത്തിരിക്കുന്ന നമ്പർ രണ്ടാമത് വയ്ക്കും. ദെൻ സെക്കൻഡ് ബക്കറ്റിനകത്തിരിക്കുന്ന നമ്പർ മൂന്നാമത് വയ്ക്കും. ഇങ്ങനെ ഓരോ ബക്കറ്റ് നമ്പറിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഓർഡറിൽ തിരിച്ച് ആ നമ്പറിനെ വീണ്ടും എടുത്തങ്ങ് വയ്ക്കും. എന്നിട്ട് വീണ്ടും സെക്കൻഡ് ഡിജിറ്റ് എടുക്കും. ഈ അറയിലിരിക്കുന്ന ഫസ്റ്റ് നമ്പറിലെ സെക്കൻഡ് ഡിജിറ്റ് എടുക്കും. ഈ സെക്കൻഡ് ഡിജിറ്റ് എടുത്തിട്ട് ആ സെക്കൻഡ് ഡിജിറ്റിൻ്റെ നമ്പർ ബക്കറ്റിനകത്തോട്ട് ആ നമ്പറിൽ, അപ്പോൾ എല്ലാ നമ്പറിൻ്റെയും സെക്കൻഡ് ഡിജിറ്റ് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ബക്കറ്റിനകത്തോട്ട് ഈ നമ്പർ വയ്ക്കും. ഈ പ്രോസസ്സ് ആ അൺസോർട്ടഡ് അറയിലെ ഏറ്റവും ഹയസ്റ്റ് നമ്പറിൻ്റെ മാക്സിമം മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ് എത്രയാണ് അതുവരെ ചെയ്യും. ഇപ്പം ഒരു അറയിൽ ഒരു 3 ഡിജിറ്റുള്ള 9 നമ്പറും ഒരു 4 ഡിജിറ്റുള്ള ഒരു നമ്പറും ഉണ്ടെങ്കിൽ ആ 4 ഡിജിറ്റ് നമ്പറായിരിക്കും ഏറ്റവും ഹയസ്റ്റ് നമ്പർ. അപ്പോൾ ഇതിനകത്ത് 4 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ഈ റാഡിക്സ് സോർട്ടിനകത്ത് മൊത്തം 4 പാസസ് ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അപ്പം 4 പാസസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഡിപ്പെൻഡൻസ് അപ്പോൺ ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ദ ഹയസ്റ്റ് നമ്പർ ഈസ് ദ ബേസ് ഓഫ് ദ റാഡിക്സ് സോർട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സോർട്ടിങ് ടെക്നിക്ക്. ഇപ്പം ഇതിനകത്ത് ഇപ്പം ഈ തന്നിരിക്കുന്ന അൺസോർട്ടഡ് അറേ ഇതാണ്. അതിനകത്ത് 9 എലമെൻറ്റ്സ് ഉണ്ട്. 5, 23, 32, 45 അങ്ങനെ 28 വരെയുള്ള നമ്പേഴ്സ് ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇത് അൺസോർട്ടഡ് നമ്പേഴ്സാണ്. മനസ്സിലായില്ല? ഇനി ഇതെങ്ങനെ സോർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിസ്റ്റിനകത്തുള്ള ഏറ്റവും ഹയസ്റ്റ് നമ്പർ കണ്ടുപിടിക്കും. ഹയസ്റ്റ് നമ്പർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 2025 ഏറ്റവും ഹയസ്റ്റ് നമ്പർ. അപ്പോൾ അതിനകത്ത് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കും. 4 ഡിജിറ്റ്. അപ്പോൾ ഇതിനകത്ത് 4 പാസസ് വേണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. മനസ്സിലായില്ലേ? ഇപ്പോൾ 4 ഡിജിറ്റുള്ള വേറെ നമ്പർ ഉണ്ടെങ്കിൽ അതിലെ ഹയസ്റ്റ് നമ്പർ കണ്ടുപിടിച്ചിട്ട് അതിലെത്ര ഡിജിറ്റ് ഉണ്ട്, 4 ആണെങ്കിൽ 4, അത്രയും 4 ടൈംസാണ് ഈ പാസ് ഇതിനകത്ത് വേണ്ടത്. ആദ്യത്തെ പാസ്, രണ്ടാമത്തെ പാസ്, മൂന്നാമത്തെ പാസ്, ഇങ്ങനെ. അപ്പോൾ ഓരോ പാസിലും ഫസ്റ്റ് ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ് എടുക്കും. ആദ്യം ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ് എടുക്കും. ദെൻ ആ ഡിജിറ്റിൻ്റെ കറസ്പോണ്ടിങ് ബക്കറ്റിനകത്തോട്ട് ആ നമ്പർ പ്ലേസ് ചെയ്യും. ദെൻ അത് ഒരു പാസ്. എന്നിട്ട് ആ പാസ് കഴിയുമ്പോൾ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഫസ്റ്റ് ഇതൊരു മൾട്ടി ഡയമെൻഷണൽ അറേയാണ്. അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ് എത്രയുണ്ടോ അത്രയും പ്ലസ് ഒരെണ്ണം കൂടെ ഉള്ളൊരു അറയാണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഇത് പിക്ചറിൽ അതില്ല. പിക്ചറിൽ ആക്ച്വലി ഇൻഡെക്സ് പൊസിഷൻ ആക്ച്വലി 9 ഉള്ളൂ. അപ്പോൾ ശരിക്കും ഇതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് അൺസോർട്ടഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ സോർട്ടഡ് നമ്പർ ഓഫ് അറേ എലമെൻറ്റ്സ് പ്ലസ് 1 കൂടെ ഉള്ള ഒരു മൾട്ടി ഡയമെൻഷണൽ 2 ഡയമെൻഷണൽ അറേയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ക്രിയേറ്റ് ചെയ്തിട്ട് ആ അറേയുടെ ഫസ്റ്റ് 0th ഇൻഡെക്സിനകത്ത് ഓരോ ഡിജിറ്റിൻ്റെയും, നമ്മൾ ഏത് ഡിജിറ്റിനെ ബേസ് ചെയ്തിട്ടാണോ നമ്പർ ബക്കറ്റിനകത്ത് ഇടുന്നത് ആ ഡിജിറ്റിൻ്റെ കൗണ്ട് ഇതിനകത്ത് സ്റ്റോർ ചെയ്യും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3 എന്ന് പറഞ്ഞാൽ 5ൽ എൻഡ് ചെയ്യുന്ന 3 നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5ൽ എൻഡ് ചെയ്യുന്ന 3 നമ്പേഴ്സ് ഉണ്ട്. 4 ഉണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പർ 4 എന്നായിരിക്കും. അപ്പം ഡിജിറ്റിൻ്റെ ലാസ്റ്റ് ഏത് ബക്കറ്റിനകത്തോ ഇടുന്നത് ആ ബക്കറ്റിനകത്ത് എത്ര നമ്പറാണ് ഇടേണ്ടതെന്നുള്ള ഒരു കൗണ്ട് നമ്മളിവിടെ കീപ്പ് ചെയ്യും. അതെന്തിനാണെന്ന് പറഞ്ഞാൽ തിരിച്ച് റീഅറേഞ്ച് ചെയ്യും. തിരിച്ചെടുക്കുമ്പോൾ ആ കൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് ആ ബക്കറ്റിൽ എത്ര നമ്പർ ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കുന്നത്. നമുക്ക് നോർമലി അറിയാം അതിനകത്ത് 3 ഇരിപ്പുണ്ടെന്ന്. പക്ഷേ പ്രോഗ്രാം വഴി ചെയ്യുമ്പോൾ
ഈ ഒരു കൗണ്ടിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇവിടെയൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത് 3 ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 3 നമ്പറും എടുക്കണം. അതുകൊണ്ടാണ് ഈ കൗണ്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം 0 ആണ്, ഇതിനകത്തൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്നുള്ള നമ്പറൊന്നും എടുക്കാനില്ല. ഇല്ലാത്ത നമ്പറെല്ലാം 0 ആണ്, ബ്ലാങ്ക് കിടക്കണെല്ലാം 0, ബാക്കിയെല്ലാം കൗണ്ടുണ്ട്. അപ്പോൾ ഇതിനകത്തെല്ലാം ഓരോ ബക്കറ്റിനകത്തും ഓരോന്നേ ഉള്ളൂ. ഇതിനകത്ത് 3 ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ എടുക്കും. ഈ നമ്പർ എടുത്തിട്ട് അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്, അതായത് ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ് എടുക്കും. എന്നിട്ട് ആ ഡിജിറ്റിൻ്റെ നമ്പർ ബക്കറ്റിനകത്തോട്ട് ഈ നമ്പർ പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഡിജിറ്റ് ഏതാണോ ആ ഡിജിറ്റിൻ്റെ 0th ഇൻഡെക്സിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. കാരണം അത് നോർമലി എല്ലാം 0 ആണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ്. കാരണം ഈ ബക്കറ്റിനകത്ത് ഒരു നമ്പർ ഉണ്ടെന്നാണ് എൻ്റെ മീനിങ്. ദെൻ 2ൽ എൻഡ് ചെയ്യുന്ന നമ്പർ, ആ 2ൽ എൻഡ് ചെയ്യുന്ന നമ്പറിനെ എടുത്ത് അതിൻ്റെ ബക്കറ്റിലിടുക. ആ ബക്കറ്റിലിടുന്നതാണ് ഇതാണ് ബക്കറ്റ്. ആ ബക്കറ്റിലിടുന്നു. ദെൻ അതിൻ്റെ കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ദെൻ അടുത്ത് 5 ആണ്. 5ലിടുമ്പോൾ 5ൻ്റെ ബക്കറ്റിൽ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. അത് 0 ആണ് ഇരുന്നത്, അത് 1 ആവും. എന്നിട്ട് ആ നമ്പർ അവിടെ ആ ബക്കറ്റിനകത്ത് ഇടും. ദെൻ വീണ്ടും അടുത്തിരിക്കുന്നത് 5 ആണ്. അപ്പോൾ ഈ 1 2 ആവും, ഇൻക്രിമെൻറ്റ് 2 ആവും. എന്നിട്ട് ആ നമ്പർ എടുത്ത് ആ ബക്കറ്റിനകത്ത് ഇടും. ദെൻ വീണ്ടും ആ നമ്പറാണ് 5ലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് 2 എന്ന് പറയുന്നത് 3 ആവും. ദെൻ ആ ബക്കറ്റിനകത്തോട്ട് ആ 5th ബക്കറ്റിനകത്തോട്ട് ഇങ്ങനെ ഈ 28 വരെയുള്ള എല്ലാ നമ്പറുകളെയും ഇങ്ങനെയുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് കൗണ്ട് ഇതിനകത്തിരിക്കും. ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് പാസിൻ്റെ എൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ നമ്പർ 0th ബക്കറ്റ് മുതൽ ഈ 9th ബക്കറ്റ് വരെയുള്ള നമ്പറുകൾ അതേ ഓർഡറിൽ തിരിച്ച് ആ അറയിലോട്ട് പ്ലേസ് ചെയ്യും. അപ്പോൾ 260 ആദ്യം വരും. ദെൻ 341 രണ്ടാമത് വരും. 32 മൂന്നാമത് വരും. 523 നാലാമത് വരും. ദെൻ ഇതിനകത്ത് 3 ബക്കറ്റുണ്ട്. അപ്പോൾ ഈ 3 നമ്പറുണ്ട് ഈ ബക്കറ്റിനകത്ത്. ഈ 3 നമ്പറും ഇങ്ങെടുക്കും. ബാക്കി എല്ലാത്തിലും 1 ആയിരുന്നു. ഈ 3 നമ്പർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൗണ്ട് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ കൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് എത്ര നമ്പർ ഉണ്ടെന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ ഈ കൗണ്ട് വെച്ചിട്ട് ഈ 3 നമ്പറും 445 225 715 ഇത് എങ്ങനെയാണോ ഇൻസേർട്ട് ചെയ്ത് അതേ ഓർഡറിൽ തന്നെ റീടേക്ക് ചെയ്യും. ഇപ്പോൾ ക്യൂ അല്ലാണ് ഇരിക്കുന്നത്, ആ ക്യൂവിലിരിക്കുന്ന നമ്പർ അതേപോലെ ഇങ്ങെടുക്കും. അല്ലാതെ 715 ലാസ്റ്റ് വെച്ച് ആ നമ്പറല്ല ആദ്യം വയ്ക്കുന്നത്, ഫസ്റ്റിലെ വന്ന നമ്പറാണ് ആദ്യം ഇങ്ങനെ വരുന്നത്. മനസ്സിലായി? അങ്ങനെ വയ്ക്കും. അങ്ങനെ എല്ലാ നമ്പേഴ്സും 0th ഒരു നമ്പർ എടുക്കില്ല. ഈ കൗണ്ടുള്ള നമ്പറുകൾ എത്ര നമ്പറുണ്ടോ അത്രയും നമ്പേഴ്സ് ഇതിനകത്ത് പ്ലേസ് ചെയ്യും. ഇത് ഫസ്റ്റ് പാസ്. ദെൻ സെക്കൻഡ് പാസ്സിൽ വീണ്ടും ഈ നമ്പർ എടുക്കും. ഫസ്റ്റ് ഒരേ നമ്പർ എടുക്കും. എന്നിട്ട് അതിൻ്റെ സെക്കൻഡ് ഡിജിറ്റാണ് എടുക്കുന്നത്. സെക്കൻഡ് ഡിജിറ്റ് എടുത്തിട്ട് ആ കറസ്പോണ്ടിങ് ബക്കറ്റിനകത്തോട്ട് അത് പ്ലേസ് ചെയ്യും. ദെൻ അതിൻ്റെ 0th ഇൻഡെക്സ് 1 ഇൻക്രിമെൻറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? ദെൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരെണ്ണം അല്ല 1 അല്ല 4 എന്ന് പറഞ്ഞാൽ 4th ബക്കറ്റിനകത്ത് 0 എന്ന് പറഞ്ഞാൽ 1 ആവും, അത് അതിനകത്ത് പ്ലേസ് ചെയ്യും. ദെൻ 32 3 ആണ്. ഈ 3 എന്ന് പറഞ്ഞ ബക്കറ്റിനകത്ത് എടുക്കും, അതിനകത്ത് അത് പ്ലേസ് ചെയ്യും. ദെൻ ഇവിടെ 2 ആണ്. 2 എന്ന് പറഞ്ഞ ബക്കറ്റിനകത്ത് 1 ഇൻക്രിമെൻറ്റ് ചെയ്യും. ദെൻ 523 അവിടെ വയ്ക്കും. ദെൻ ഇത് 445 4 ആണ്. ആ 4 എന്ന് പറഞ്ഞ ബക്കറ്റിനകത്ത് ആൾറെഡി 341 ഇരിപ്പുണ്ട്, അതിന് ഒന്നുകൂടെ ഇൻക്രിമെൻറ്റ് ചെയ്യും, 2 ആക്കും. 445 അവിടെ വയ്ക്കും. ദെൻ അടുത്തത് 2 ആണ്. 2ൽ ആൾറെഡി ഒരെണ്ണം ഉണ്ട്, 523. ദെൻ അടുത്ത ഇൻക്രിമെൻറ്റ് ചെയ്യും, അതവിടെ പ്ലേസ് ചെയ്യും. ദെൻ ഇത് 715 അത് 1 ആണ്. 1ൽ ആരും ഇല്ലായിരുന്നു, അത് 0 ഇൻക്രിമെൻ്റ് ആവും. ദെൻ അതവിടെ പ്ലേസ് ചെയ്യും. ദെൻ ഇത് വീണ്ടും 2 ആണ് 28. അപ്പോൾ ഇവിടെ 2 ഉണ്ടായിരുന്നു, അത് 3 ആക്കും, ആ നമ്പർ അവിടെ പ്ലേസ് ചെയ്യും. ദെൻ ഇത് 149 4 ആണ്. 4 ആൾറെഡി 2 ഉണ്ടായിരുന്നു, അത് വീണ്ടും 3 ആക്കും, അതവിടെ പ്ലേസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ എല്ലാ നമ്പറും പ്ലേസ് ചെയ്യും. അത് സെക്കൻഡ് പാസ് കഴിയും. അതിൻ്റെ എൻഡിൽ തിരിച്ച് വീണ്ടും ഈ 0th ബക്കറ്റ് മുതൽ 9th ബക്കറ്റ് വരെയുള്ള എല്ലാ നമ്പറും അതേ ഓർഡറിൽ തിരിച്ച് വയ്ക്കും. അപ്പോൾ ഇവിടെ 0th ആരുമില്ല. 1ൽ 715 ഉണ്ട്. ഇതിൽ 3 ഉണ്ട്, കാരണം ഇവിടെ കൗണ്ട് 3 ആണ്. ആ 3 എടുത്ത് വയ്ക്കും. ഇങ്ങനെ എല്ലാ നമ്പറും പ്ലേസ് ചെയ്യും. ഇത് സെക്കൻഡ് പാസിൻ്റെ എൻഡ്. ഇനി തേർഡ് പാസ്. എത്ര പാസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഹയസ്റ്റ് നമ്പറിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് എത്രയുണ്ടോ അത്രയും പാസസാണ് ഇത് പോകേണ്ടത്. അപ്പം 3ാമത്തെ പാസ്സിൽ ഇതാണ് സ്റ്റാർട്ടിങ് അറേ. നമ്മൾ നേരത്തെ വെച്ച അറേ, ഇതിൻ്റെ എൻഡിലിരുന്ന അറയാണ് ഈ 3ാമത്തെ പാസ്സിലെ സ്റ്റാർട്ടിങ് അറേ. അപ്പം ഈ
അറേയിൽ മൂന്നാമത്തെ ഡിജിറ്റ് എടുക്കും. മൂന്നാമത്തെ ഡിജിറ്റ് എടുത്തിട്ട് കറസ്പോണ്ടിങ് നമ്പറിലേക്ക് ഇത് ബക്കറ്റിനകത്തോട്ട് ഈ നമ്പർ അങ്ങ് വയ്ക്കും. അപ്പോൾ ഇത് 7 ആണ്. 7th ബക്കറ്റിൽ 0 ഇൻക്രിമെൻ്റ് ചെയ്യും. കാരണം റീഅറേഞ്ച് ചെയ്യുമ്പോൾ എല്ലാം ഇതിനെ 0 ആക്കുകയാണ്. എല്ലാം 0 ആക്കിയിട്ട് വീണ്ടും ഇതിനകത്തോട്ട് പ്ലേസ് ചെയ്യും. 1 ഇൻക്രിമെൻ്റ് ചെയ്യും, ഇതിനകത്തോട്ട് പ്ലേസ് ചെയ്യും. മനസ്സിലായില്ലേ? വീണ്ടും അടുത്തത് 5 ആണ്. 5 എന്ന് പറഞ്ഞ ബക്കറ്റിനകത്ത് 1 വയ്ക്കും, അതിന് ആ ബക്കറ്റിനകത്ത് പ്ലേസ് ചെയ്യും. ദെൻ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഇത് 0 ആണ്. 0 ആയിട്ട് 20 ഈ 2 ഡിജിറ്റ് ആകുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന നമ്പർ 0 ആണ്. അപ്പോൾ അതെല്ലാം 2 ഡിജിറ്റ്, കാരണം ഇതിനകത്ത് 2 ഡിജിറ്റേ ഉള്ളൂ. മൂന്നാമത്തെ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ തേർഡ് പൊസിഷൻ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് 0 ആണ്. അപ്പോൾ അതും അവിടെ പ്ലേസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാവും. ഇതിനെ വീണ്ടും നമ്മൾ 0th ബക്കറ്റ് മുതൽ 9th ബക്കറ്റുള്ള ബക്കറ്റിനകത്തിരിക്കുന്ന എല്ലാ നമ്പേഴ്സിനും അതേ ഓർഡറിൽ അറേഞ്ച് ചെയ്യും. ഇത് മൂന്നാമത്തെ പാസ്. ഇത് ഈ അറയാണ് അടുത്ത പാസിലെ സ്റ്റാർട്ടിങ് അറേ. എന്നിട്ട് എല്ലാം 0 ആക്കി വയ്ക്കും. കൗണ്ടർ ഇൻഡെക്സ് എല്ലാം 0 ആക്കാം. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് അറേ ഇതാണ്. അപ്പോൾ ഈ അറയിൽ 4ാമത്തെ പാസ്സാണ്. ഈ 4ാമത്തെ പാസ് നാലാമത്തെ ഡിജിറ്റാണ് എടുക്കുന്നത്. ഈ 4ാമത്തെ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 2 ആണ്. ആ 2ൽ ആണ് 2ാമത്തെ ബക്കറ്റിലാണ് ഇത് വയ്ക്കുന്നത്. ബാക്കി എല്ലാത്തിൻ്റെയും 0 ആണ്. അപ്പോൾ അതെല്ലാം അതേ ഓർഡറിൽ പ്ലേസ് ചെയ്യും, കൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനകത്ത് 4ാമത്തെ ഡിജിറ്റ് 0 ആയിട്ടുള്ള 8 നമ്പറുണ്ട്. 4ാമത്തെ ഡിജിറ്റ് മോർ ദാൻ 0 ആയിട്ടുള്ള ഒരു നമ്പറേ ഉള്ളൂ. അത് ആ നമ്പറിന് ആ കറസ്പോണ്ടിങ് ബക്കറ്റിലും വയ്ക്കും. ഇനി ഇതിനെ തിരിച്ച് റീഓർഡർ ചെയ്യും. റീഓർഡർ ചെയ്യുമ്പോൾ ഇതിനകത്ത് 8 നമ്പറുണ്ട്. മനസ്സിലായി? 8 നമ്പറുണ്ട്. ആ 8 നമ്പറും ഇതിനകത്ത് നമ്മൾ 1 by 1 ആയിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യും. എന്നിട്ട് അടുത്ത് ഈ ലാസ്റ്റിൽ വയ്ക്കും. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് സോർട്ടഡാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിനകത്ത് ടോട്ടൽ 9 നമ്പറുണ്ട്. ഇത് 3 ഡിജിറ്റുള്ള നമ്പർ ആയിരുന്നുവെങ്കിൽ ഇത് ഇതിനകത്ത് കൊള്ളത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മൾട്ടി ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ് അൺസോർട്ടഡ് നമ്പർ എത്രയുണ്ടോ അത്രയും പ്ലസ് 1 കൂടെ ഉള്ള ഒരു 2 ഡയമെൻഷണൽ അറേ വേണം ക്രിയേറ്റ് ചെയ്യാൻ. കാരണം ഈ 0th ഇൻഡെക്സ് നമുക്ക് കൗണ്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അൽഗോരിതം. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് സോർട്ടഡ് നമ്പറാണ്. അപ്പോൾ ഇതാണ് റാഡിക്സ് സോർട്ടിൻ്റെ അൽഗോരിതം. ഇനി ഇതിനെ നമുക്കൊന്ന് പ്രോഗ്രാമാക്കി മാറ്റാം. C ആണ്. നമുക്ക് പ്രിൻ്റ് ഫങ്ഷൻ പ്രിൻ്റ് അറേ വരും. ദെൻ അതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ് എത്ര എണ്ണം അത് വരും. ഇതൊരു ഫോർ ലൂപ്പിനാണ്. 4 ഇൻറ്റു i = 0 ദെൻ i less than n i++. എല്ലാ സോർട്ടിൻ്റെയും പ്രിൻ്റ് ഫങ്ഷൻ ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ printf %d \t എന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്പർ തമ്മിൽ ഒരു സ്പേസ് കൊടുക്കാൻ വേണ്ടി \t then a of i. then ഇത് ഫോർ ലൂപ്പ് കഴിയുമ്പോൾ എല്ലാ നമ്പേഴ്സും പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഇനി നമ്മൾ ഒരു ന്യൂ ലൈൻ അങ്ങ് പ്രിൻ്റ് ചെയ്യും. ഒരു ലൈനിലാണ് ഇതെല്ലാം കൂടെ പ്രിൻ്റ് ചെയ്യും. നെക്സ്റ്റ് ലൈനിൽ പോകാൻ വേണ്ടി ന്യൂ ലൈൻ പ്രിൻ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ പ്രിൻ്റ് ഫങ്ഷൻ. ഞാൻ മെയിൻ എഴുതാണ്. ഇത് വേണ്ട ഫങ്ഷനെല്ലാം നമുക്ക് മുകളിലോട്ട് എഴുതാം. മെയിൻ. അപ്പോൾ ഞാൻ ഇൻറ്റിജർ അറേ ഇതേ എലമെൻറ്റ്സ് തന്നെയാണ് വയ്ക്കുന്നത്. ഈ എലമെൻ്റ് അതുപോലെ വയ്ക്കുക, അസൈൻ ചെയ്യാൻ. 523 32 445 then 20 25 then 715 then 149 then 341 then next is 260, the last one is 28.
ഇനി ഇതിൻ്റെ സൈസ് നമ്മൾ കണ്ടുപിടിക്കും. സൈസ് ഓഫ് ദ അറേ n is equal to size of ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാനാണ്. സൈസ് ഓഫ് അറേ ഡിവൈഡഡ് ബൈ സൈസ് ഓഫ് ഇൻറ്റിജർ അറേ ആയതുകൊണ്ട് സൈസ് ഓഫ് ഇൻറ്റ് കൊടുക്കുമ്പോൾ അതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്ര ഉണ്ടെന്ന് കിട്ടും. ഇനി ഞാനിവിടെ നിന്ന് പ്രിൻ്റ് ഓഫ് അൺസോർട്ടഡ് അറേ പ്രിൻ്റ് ചെയ്യും. അറേ പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് പ്രിൻ്റ് ഫംഗ്ഷൻ വിളിക്കും. പ്രിൻ്റ് എയും എന്നും അങ്ങോട്ട് പാസ് ചെയ്യും. ദെൻ നമ്മൾ റാഡിക്സ് സോർട്ട് വിളിക്കുന്നു. അവിടെ നമ്മൾ അറേയും ആൻഡ് ടോട്ടൽ നമ്പേഴ്സും പാസ് ചെയ്യുന്നു. ഇനി നമ്മൾ പ്രിൻ്റ് സോർട്ടഡ് അറേ. അത് കഴിയുമ്പോൾ അറേ സോർട്ടഡ് ആയിരിക്കും. പ്രിൻ്റ് എ കോമ എൻ. ഇത്രയാണ് നമ്മളെ മെയിൻ ഫംഗ്ഷൻ. ഇനി റാഡിക്സ് സോർട്ടിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ റാഡിക്സ് സോർട്ടിനകത്ത് വരേണ്ടത് മാക്സിമം നമ്പർ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് റാഡിക്സ് സോർട്ട് ചെയ്താണ്. ഓയിൽ റാഡിക്സ് സോർട്ട് ഇൻറ്റ് അറേ വരുന്നുണ്ട്. ദെൻ ഇൻറ്റ് അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് n. ഇത്രയും ആർഗ്യുമെൻ്റാണ് അവിടെ നിന്ന് വരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് ഇതിനകത്ത് ആദ്യം കണ്ടുപിടിക്കുന്ന ഈ അറയിലെ മാക്സിമം നമ്പറാണ് കണ്ടുപിടിക്കുന്നത്. മാക്സിമം നമ്പർ അത് ഞാനൊരു ഫംഗ്ഷനായിട്ട് അങ്ങ് എഴുതുകയാണ്. ഇതിൻ്റെ അറയുടെ മാക്സിമം നമ്പർ ഗെറ്റ് മാക്സ് അറേ, ദെൻ അതിൻ്റെ അറേയുടെ സൈസ് ഇത്രയും കൊടുക്കുമ്പോൾ ആ ഗെറ്റ് മാക്സ് ഫംഗ്ഷൻ ഹയസ്റ്റ് നമ്പർ കണ്ടുപിടിച്ച് തരും. അപ്പോൾ അത് റിട്ടേൺ ചെയ്യുന്നുണ്ട് ഇൻറ്റ് ഗെറ്റ് മാക്സ് ഇൻറ്റ് എ അറേ ദെൻ ഇൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ ഹയസ്റ്റ് നമ്പർ കണ്ടുപിടിക്കേണ്ട ആൾക്കാരത് നിങ്ങൾക്കറിയാം. ഞാൻ ഫസ്റ്റ് നമ്പറിന് മാക്സിമം നമ്പറായിട്ട് അസ്യൂം ചെയ്യുന്നു എ ഓഫ് 0. ദെൻ അടുത്ത് കിടക്കുന്ന ഓരോ നമ്പേഴ്സും ഈ മാക്സിമം നമ്പറുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഫോർ ഇൻറ്റ് i ഈസ് ഈക്വൽ ടു 1. 0ത്തിനെ ഞാനത് അസ്യൂം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് 1 മുതൽ i ലെസ് ദാൻ n വരെയുള്ള എല്ലാ നമ്പേഴ്സും നമുക്ക് എടുത്ത് കമ്പയർ ചെയ്യണം. ഇഫ് a of i greater than present max ആണെങ്കിൽ max is equal to a of i. max is equal to a of i. ഇത്രയേ ഉള്ളൂ. ഈ ലൂപ്പ് കഴിയുമ്പം ഹയസ്റ്റ് നമ്പർ മാക്സ് എന്നുള്ള വേരിയബിളിലുണ്ടാകും. ആ മാക്സ് നമ്പറിന് നമ്മളത് റിട്ടേൺ ചെയ്യാം. മാക്സ് റിട്ടേൺ മാക്സ്. ഓക്കെ, ഇതാണ് ഗെറ്റ് മാക്സ് എന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓരോ ഡിജിറ്റിൻ്റെയും പ്ലേസ് എടുത്തിട്ട് ആ ഡിജിറ്റ് വാല്യൂവിനെ ബേസ് ചെയ്ത് ഈ ബക്കറ്റ് ഉണ്ടാക്കി അതിനകത്തോട്ട് സോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പ്ലേസ് വാല്യൂ എടുക്കണം. അതായത് ഫസ്റ്റ് ഈ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്പറിൻ്റെ പ്ലേസ് വാല്യൂ 1, ഇതിൻ്റെ 2. അപ്പം ബിഗ്ഗസ്റ്റ് നമ്പർ ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ പ്ലേസ് വാല്യൂ 1, ഇതിൻ്റെ പ്ലേസ് വാല്യൂ 10, ഇതിൻ്റെ പ്ലേസ് വാല്യൂ 100, ഇതിൻ്റെ പ്ലേസ് വാല്യൂ 1000. മനസ്സിലായില്ലേ?
അപ്പോൾ ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ ഡിജിറ്റ് നമുക്ക് എടുക്കാൻ വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1th ഡിജിറ്റിലിരിക്കുന്ന ഡിജിറ്റാണ് എടുക്കേണ്ടത്. അടുത്തത് പ്ലേസ് വാല്യൂ 10th പൊസിഷനിലിരിക്കുന്ന ഡിജിറ്റാണ് എടുക്കേണ്ടത്. അടുത്ത 100th പൊസിഷനിലിരിക്കുന്ന ഡിജിറ്റ് എടുക്കണം. ദെൻ 1000 പൊസിഷനിലെ ഡിജിറ്റ് എടുക്കണം. അപ്പോൾ പ്ലേസ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. കാരണം പ്ലേസ് വാല്യൂ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫോർ ലൂപ്പ് എഴുതി. ഫോർ ഇൻഡ് പ്ലേസ് വാല്യൂ ഈസ് ഈക്വൽ ടു, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പ്ലേസ് വാല്യൂ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 1ലാണ്. സ്റ്റാർട്ടിങ് നമ്പർ ഇതിൻ്റെ 1, 10, 100, 1000 ഇങ്ങനെയാണ് പോകുന്നത്. 1. അടുത്തത് നമ്മൾ ചെയ്യേണ്ടതെന്ന് മാക്സിനകത്ത് എത്ര ഡിജിറ്റ് ഉണ്ടോ അത്രയും പ്ലേസ് വാല്യൂസാണ് വേണ്ടത്. അപ്പോൾ അതിന് മാക്സ് ഡിവൈഡഡ് ബൈ അതിൽ എത്ര ഡിജിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലേസ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു 0ക്ക് മുകളിലോട്ടുള്ളൊരു നമ്പർ കിട്ടണം. അതുവരെയാണ് ഇത് ചെയ്യേണ്ടത്. ദെൻ പ്ലേസ് വാല്യൂ ഈസ് ഈക്വൽ ടു പ്ലേസ് വാല്യൂ ഇൻറ്റു 10. ആദ്യം മാക്സിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ റിസൾട്ട് >0 ആണെന്ന് നോക്കും. ആണെങ്കിൽ കണ്ടിന്യൂ. ദെൻ പ്ലേസ് വാല്യൂ 10 ആക്കും. വീണ്ടും ആ നമ്പറിന് ഹയസ്റ്റ് നമ്പറിനാണ് ഈ 2025 ആദ്യം 1 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പം >0 ആണ്. ദെൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 202 എന്ന് കിട്ടും. അത് 2025 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 202 എന്ന് കിട്ടും. കാരണം ഈ 5 അങ്ങ് പോകും. 202.5 അത് ഇൻറ്റീജർ ആയതുകൊണ്ട് 202 കിട്ടും. ദെൻ അടുത്ത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 എന്ന് കിട്ടും. ദെൻ അടുത്ത് 1000 കൊണ്ട് 1000 കൊണ്ട് എഴുതുമ്പോൾ 2 കിട്ടും. ദെൻ ഈ 2നെ വീണ്ടും 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ട് 1000 വരെയുള്ള ഡിവിഷനേ നടക്കുള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പ്ലേസ് വാല്യൂ 1000 ആണെന്ന് നമുക്ക് കിട്ടും. അതിനാണ് ഈ ലൂപ്പ് ചെയ്യുന്നത്. മനസ്സിലായി? ഇത് ഇത്രയും കണ്ടുപിടിച്ചിട്ട് ഇനി നമ്മൾ സോർട്ടിംഗ് ആണ് ചെയ്യണം. ഇനിയാണ് നമ്മൾ സോർട്ടിങ് വരുന്നത്. ആ സോർട്ടിങ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ഞാൻ വേറൊരു ഫംഗ്ഷനായിട്ട് എഴുതുകയാണ്. സോർട്ട്. ആ സോർട്ടിനകത്തോട്ട് നമ്മൾ അറേ പാസ് ചെയ്ത് കൊടുക്കും. ഈ ലൂപ്പിനകത്ത് എഴുതാതെ വേറൊരു ഫംഗ്ഷനായിട്ട് എഴുതണം. അറേ പാസ് ചെയ്ത് കൊടുക്കും. ദെൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് അതിനകത്ത് എത്രയാണ് ഒന്ന് പാസ് ചെയ്യും. ദെൻ അതിൻ്റെ പ്ലേസ് വാല്യൂ കൂടെ പാസ് ചെയ്യും. ഈ അറേഞ്ച്മെൻറ്റ് വേറൊരിടത്ത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് അതിനകത്ത് നടക്കും. അപ്പോൾ സോർട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ എഴുതാം. സോർട്ട് ഇൻഡ് അറേ വരുന്നുണ്ട്. ഇൻഡ് ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് വരുന്നുണ്ട്. ദെൻ ഇൻഡ് പ്ലേസ് വാല്യൂ വരുന്നുണ്ട്. ഇത്രയാണ് ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്ത് ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇൻഡ് ബക്കറ്റ് അതൊരു ഞാൻ പറഞ്ഞു 2 ഡയമെൻഷണൽ അറേയാണ്. ആ 2 ഡയമെൻഷണൽ നമ്മൾ ഡെസിമൽ ആയതുകൊണ്ട് അതിൻ്റെ നമ്പർ ഓഫ് റോസ് 10 ആണ്. 10 ബക്കറ്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇത് ഒറ്റ നമ്പർ ആയിരുന്നെങ്കിൽ 8 ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക. ബൈനറി ആയിരുന്നു 2 ബക്കറ്റ് മതി. അപ്പോൾ ഇവിടെ നമ്മൾ നമ്പർ സിസ്റ്റം ഡെസിമൽ ആയതുകൊണ്ട് 10 ബക്കറ്റ് വേണം. പ്ലസ് രണ്ടാമത്തെ കോളം എത്രയെന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് +1. അത് ഞാൻ നേരത്തെ പറഞ്ഞു എന്തിനാണ്. അത്രയും കോളംസ് ഉള്ളൊരു 2 ഡയമെൻഷണൽ ബക്കറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഈ ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ബക്കറ്റിൻ്റെ 0th ഇൻഡെക്സ് എല്ലാം നമ്മൾ 0 ആക്കുന്നത്. കാരണം ഓരോ പാസ് കഴിയുന്തോറും അതിൻ്റെ ടോട്ടൽ കൗണ്ട്സ് ബക്കറ്റിനകത്ത് എത്ര നമ്പർ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെല്ലാം 0 ആക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 0 ആക്കുകയാണ്. 4 × I is equal to 0, I less than n, then I plus plus. I less than n, not n, it is a 10 bucket. 10 ബക്കറ്റാണ്. അപ്പം I less than 10, then I plus plus. ഇനി ആ ബക്കറ്റിൻ്റെ എല്ലാം ബക്കറ്റ് ഓഫ് I of 0, 0th കോളത്തിലിരിക്കുന്ന എല്ലാ എലമെൻറ്റ്സും 0 ആക്കി മാറ്റും.
അപ്പോൾ ബക്കറ്റിന് 0th കോളം 0 ആയി മാറും. മനസ്സിലായല്ലോ? സീറോയി മാറി. ഇനി നമ്മൾ ചെയ്യണമെന്ന് ഓരോ എലമെൻറ്റ്സും എടുക്കും. അറയിലുള്ള ഓരോ എലമെൻറ്റ്സും എടുത്തിട്ട് അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്, അതായത് പ്ലേസ് വാല്യൂവിൻ്റെ ഡിജിറ്റ്, ലാസ്റ്റ് ഡിജിറ്റ് ഇതിൻ്റെ പ്ലേസ് വാല്യൂവിൻ്റെ ഡിജിറ്റ്. ആദ്യം നമ്മൾ പ്ലേസ് വാല്യൂ 1, അപ്പോൾ ആ ലീസ്റ്റ് ഡിജിറ്റാണ്. അടുത്ത പ്ലേസ് വാല്യൂ 10 ആണ്. അടുത്ത് വരുമ്പോൾ ഇതാണ് ഡിജിറ്റ്. അപ്പോൾ പ്ലേസ് വാല്യൂവിൻ്റെ ഡിജിറ്റിനാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ നമ്പറും എടുക്കണം. അപ്പോൾ എത്ര നമ്പറുണ്ടോ അത്രയും ടൈംസ് പോകണം. 4 × i = 0, i <n, then i++. അപ്പം ഞാൻ ആ നമ്പറിൻ്റെ ഡിജിറ്റ് ഓരോ നമ്പറിൻ്റെയും പ്ലേസ് വാല്യൂ ആണ് എടുക്കാൻ വേണ്ടിയിട്ട് ആ നമ്പറിനെ പ്ലേസ് വാല്യൂ കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് എന്നോ എന്ന് പറഞ്ഞ നമ്പർ എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് പ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്പർ എന്ന് പറയുക എലമെൻറ്റ് = a of i ഡിവൈഡഡ് ബൈ പ്ലേസ് വാല്യൂ. ഫസ്റ്റിലെ പ്ലേസ് വാല്യൂ 1 ആണ്. അപ്പം ആ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യും. പ്ലേസ് വാല്യൂ 1 കൊണ്ട് ഡിവൈഡ്, നോട്ട് ആ നമ്പർ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ചേഞ്ചും ഇല്ല. ആ നമ്പർ തന്നെ എലമെൻറ്റിനകത്ത് വരും. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ എലമെൻറ്റിൻ്റെ 0th ഡിജിറ്റ് ലീസ്റ്റ് ഡിജിറ്റ്, ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റ് എടുക്കും. അപ്പോൾ അതെടുക്കുക. എന്നിട്ട് ആ ഡിജിറ്റിൻ്റെ കറസ്പോണ്ടിങ് ബക്കറ്റ് അത് ഇൻക്രിമെൻറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? ആ ഡിജിറ്റിൻ്റെ കറസ്പോണ്ടിങ് ബക്കറ്റിനകത്തുള്ള ഇൻഡെക്സ് വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. അതിന് ചെയ്യണമെന്ന് പറഞ്ഞാൽ ബക്കറ്റ് ഓഫ് എലമെൻറ്റ് (10) എടുക്കുമ്പോൾ ഇപ്പോൾ 523യെ 1 കൊണ്ട് ഡിവൈഡ് 523 തന്നെ എലമെൻ്റ് ആയിട്ട് കിട്ടും. ദെൻ അതിനെ (10) എടുക്കുമ്പോൾ 3 എന്നാണ് കിട്ടുന്നത്. ആ 3യിലിരിക്കുന്ന 0th ഇൻഡെക്സിനെ 1 ഇൻക്രിമെൻറ്റ് ചെയ്യും. കാരണം അത് 3rd ബക്കറ്റിനകത്ത് വെക്കേണ്ട നമ്പറാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ കൗണ്ടറിനെ 1 ഇൻക്രിമെൻറ്റ് ചെയ്യും. അത് ഇനിഷ്യലി 0 ആയിട്ടിരുന്ന് അതിനെ 1 ആക്കി മാറ്റും. ദെൻ ഈ നമ്പറിനെ എടുത്ത് അതിനകത്തോട്ട് പ്ലേസ് ചെയ്യും. എവിടെ പ്ലേസ് ചെയ്യേണ്ടത്? ഈ ബക്കറ്റിൻ്റെ ഫസ്റ്റ് ലൊക്കേഷൻ, അതായത് 0th ലൊക്കേഷൻ നമ്മൾ കൗണ്ടറായിട്ട് ഉപയോഗിക്കുന്നു. ഫസ്റ്റ് ലൊക്കേഷനകത്തോട്ട് പ്ലേസ് ചെയ്യും. മനസ്സിലായില്ലേ? അതിൻ്റെ ഫസ്റ്റ് ലൊക്കേഷനകത്തോട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അത് ലൊക്കേഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കൗണ്ട് എത്രയാണോ ആ കൗണ്ട് ലൊക്കേഷനിലാണ്. ഇപ്പോൾ ഇതിനകത്ത് ആൾറെഡി ഒരെണ്ണം ഉണ്ടെങ്കിൽ അടുത്തൊരു നമ്പർ വരുമ്പോൾ ഇത് 2 ആയി മാറും. ഈ 2 ആയി മാറിക്കഴിഞ്ഞാൽ ഇത് വെക്കേണ്ട ലൊക്കേഷൻ ഇതിൻ്റെ ലൊക്കേഷൻ വാല്യൂവിൻ്റെ കോളത്തിലാണ് വെക്കേണ്ടത്. ഇപ്പോൾ 2 ആണെങ്കിൽ നമ്മളിവിടെ വെക്കേണ്ടത് ഇവിടെ 2 ആണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ആദ്യം ഒരെണ്ണം വെച്ചു, ദെൻ 2 എണ്ണം വെച്ചു, ദെൻ 3 എണ്ണം ഇപ്പോൾ ഇതിനകത്തിരിക്കും. ഇനിയും 5ൽ എൻഡ് ചെയ്യുന്നൊരു നമ്പർ വന്നു കഴിഞ്ഞാൽ ആദ്യം ഇത് 4 ആയി മാറും. മനസ്സിലായില്ലേ? ഇതിനെ ഇൻക്രിമെൻറ്റ് 4 ആക്കുക. ദെൻ ഇതിൻ്റെ ഏത് കോളത്തിലാണെന്ന് വെക്കുന്നത് 4th കോളത്തിൽ. കാരണം 0യിൽ കൗണ്ട്, 1ൽ ഈ നമ്പർ, 2ൽ ഇത് നമ്പർ, 3ൽ ഈ നമ്പർ, ഇനി വരുന്ന നമ്പർ 4ൽ. അപ്പോൾ ഈ കോളം നമ്പറിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. ആ ടെക്നിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ബക്കറ്റിൻ്റെ എലമെൻറ്റ് (10) എടുക്കുമ്പോൾ അതിൻ്റെ റോ കിട്ടും. ദെൻ അതിൻ്റെ കോളം കിട്ടാൻ വേണ്ടി ബക്കറ്റിൻ്റെ എലമെൻറ്റ് (10) അകത്ത് 10ലെ 0th ഇൻഡെക്സിനകത്തിരിക്കുന്ന വാല്യൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് 3 ആണെങ്കിൽ 3rd ഓക്കെ. അത് 4 ആയിരുന്നുവെങ്കിൽ അത് 4 നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് വെക്കേണ്ട നമ്പർ 4ാമത്തെ കോളത്തിലാണ് വെക്കേണ്ടത്. അപ്പോൾ ആ കോളം നമ്പർ അതിൻ്റെ 0th ഇൻഡെക്സിലിരിക്കുന്ന വാല്യൂവിനെ എടുത്തിട്ടാണ് കോളം നമ്പർ, അതാണ് ഈ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ നമ്പറിനെ എടുത്ത് എലമെൻ്റല്ല വെക്കേണ്ട, ആ നമ്പറിനെ എടുത്ത് വയ്ക്കുക. അപ്പോൾ a of i അവിടെ നിന്ന് പ്ലേസ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും പ്രോസസ്സാണ് നമ്മൾ ബക്കറ്റിനകത്തോട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ?
അപ്പോൾ ഇത് കഴിയുമ്പോൾ ബക്കറ്റിനകത്ത് ഇതുപോലെ നമ്പറുകളെല്ലാം വരും, എല്ലാ ബക്കറ്റിനുള്ളിലും നമ്പർ വരും. ഇനി നമ്മൾ പറഞ്ഞേക്കുന്ന ഈ പാസിൻ്റെ എൻഡിൽ ഇതിനെല്ലാം ബക്കറ്റ് ഇരിക്കുന്നതെല്ലാം തിരിച്ചെടുത്ത് അറയിലോട്ട് വയ്ക്കണം. അപ്പോൾ എത്ര ബക്കറ്റുണ്ട്? 4 ബക്കറ്റുണ്ട്, അല്ല 10 ബക്കറ്റുണ്ട്. ഇൻറ്റ് i = 0, then i <10, i ++. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ബക്കറ്റിൽ നമ്പർ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. നമ്പർ ഉണ്ടെങ്കിൽ എവിടെയായിരിക്കുന്നത്? ഇതിൻ്റെ 0th ഇൻഡെക്സിൽ >0 ഉള്ള വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ <0, അല്ലെങ്കിൽ 0 ആയിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ >0 ഉള്ള വാല്യൂ ഉണ്ടെങ്കിൽ അതിനകത്ത് അത്രയും ബക്കറ്റുണ്ട്, അത്രയും നമ്പറുണ്ട്, ആ ബക്കറ്റിനുള്ളിൽ അത്രയും നമ്പേഴ്സ് ഉണ്ടെന്നാണ് മീനിങ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഇഫ് ബക്കറ്റിൻ്റെ ith റോയിലെ 0th കോളത്തിൽ, ബക്കറ്റിൻ്റെ ith റോയിലെ 0th കോളത്തിൽ >0 ആണെന്ന് നോക്കും. >0 ആണെങ്കിൽ അതിനകത്തിരിക്കുന്ന എത്ര എലമെൻ്റ് ഉണ്ടോ അത്രയും എലമെൻറ്റ് നമുക്ക് ഇതിനകത്തോട്ട് പ്ലേസ് ചെയ്യാം, അറയിലോട്ട് പ്ലേസ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമ്മൾ എത്ര എലമെൻ്റ് ഉണ്ടോ അത് എത്രയായിരിക്കുന്നത്, അത് ഇതിൻ്റെ അകത്തുള്ള ഈ കൗണ്ടറിനകത്തിരിപ്പുണ്ട്. ഈ കൗണ്ടിനകത്തിരിപ്പുണ്ട് എത്ര എലമെൻ്റ് ഉണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതിൽ 3, ബാക്കി എല്ലാത്തിലും 1 ആണ്, 3. അപ്പോൾ ഇതിനകത്ത് 3 എലമെൻ്റ് ഉണ്ടെന്നാണ്. ആ 3 എലമെൻ്റ് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊരു ഫോർ ലൂപ്പ് നമ്മൾ എഴുതുക. ഫോർ ഇൻറ്റ് j = അത് സ്റ്റാർട്ട് ചെയ്യണം എവിടെ നിന്നാണ്? j = തൊട്ടടുത്ത പൊസിഷനിൽ നിന്നാണ്. ഇത് കൗണ്ടും ദെൻ ഇവിടെ നിന്നാണ് എലമെൻറ്റ് ഇരിക്കുന്നത്. ഫോർ j = 1, ദെൻ j <= അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൗണ്ടറിനകത്തിരിപ്പുണ്ട്. ബക്കറ്റിനകത്തുള്ള ith റോയിലെ ബക്കറ്റിനകത്തുള്ള 0th കോളത്തിനകത്ത് അതിൻ്റെ കൗണ്ട് ഇരിപ്പുണ്ട്. ദെൻ j ++. ഇനി ആ അറയിനകത്തോട്ട് ഇത് വയ്ക്കണം, അറയുടെ. അപ്പോൾ അറയിൽ വയ്ക്കണം. അറയുടെ ഏത് പൊസിഷനിൽ വെക്കണമെന്ന് പറഞ്ഞാൽ അറേ ഓരോ പ്രാവശ്യം വരുന്തോറും അറയുടെ ഇൻഡെക്സ് പൊസിഷനകത്തോട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ഓരോ പാസ് വരുന്തോറും വീണ്ടും അറയുടെ സ്റ്റാർട്ടിങ് മുതൽ വരണം. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു വേരിയബിളിന് ഇൻഡെക്സ് വേരിയബിളിന് വയ്ക്കും. ഇൻറ്റ് indx = 0, അറേ ഇൻഡെക്സിന് വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ indx is equal to bucket of ബക്കറ്റിൻ്റെ ith ബക്കറ്റിൻ്റെ jth എലമെൻറ്റ്സ്. ആ j ആണ് ഇവിടെ. ഫോർ എക്സാമ്പിൾ ഈ നമ്പറാണെങ്കിൽ J1, J2, J3 എത്രയെന്ന് പറഞ്ഞാൽ ഈ 3 ടൈംസ് ഇതിനകത്തോട്ട് വയ്ക്കും. ദെൻ ഓരോ നമ്പർ വയ്ക്കും തോറും ഇൻഡെക്സിനെ ഇൻക്രിമെൻറ്റും ചെയ്യണം. മനസ്സിലായി? j ഇൻക്രിമെൻറ്റിൻ്റെ കൂടെ നമ്മൾ ഇൻഡെക്സും കൂടെ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പറയുന്നു. ഇൻഡെക്സ് ++. മനസ്സിലായി? അപ്പം ഓരോ ഇൻഡെക്സിനകത്തോട്ട് ആ നമ്പർ വരും. അപ്പോൾ ആ നമ്പർ തിരിച്ച് ആ ബക്കറ്റിലിരിക്കുന്ന എല്ലാ നമ്പേഴ്സും തിരിച്ച് അറയിലോട്ട് എത്തിയിരിക്കും. മനസ്സിലായില്ലേ? ഇത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ പാസ് ഓരോ പാസ് കഴിയുമ്പോൾ എങ്ങനെയാണ് അറയിരിക്കുന്നത് കാണാൻ വേണ്ടി പ്രിൻ്റ് നമ്മൾ എയും എന്നും കൂടെ കൊടുക്കുക, പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പാസ് നമ്പർ ഇവിടെ കൊടുക്കണം. അപ്പോൾ നമ്മൾ പാസ് നമ്പർ ഇവിടെ പറയാം, ഇതിനകത്ത് നമ്മൾ പറയാം. അപ്പോൾ ഇവിടെ ഒരു വേരിയബിൾ ഇവിടെ നമ്മൾ പാസ് = 0 വെച്ചിട്ട് പാസ് പ്രിൻ്റ് ചെയ്യുക. പ്രിൻ്റ് പാസ് %d \t കോമ ++ പാസ്. ഈ 0-ൽ ഇരുന്നുകൊണ്ട് ++, അല്ലെങ്കിൽ പാസിന് ഇനിഷ്യലി 1 ആക്കിയിട്ട് പാസ് ++ എന്ന് കൊടുത്താലും മതി. ഞാൻ പ്രീ ഇൻക്രിമെൻ്റാണ് കൊടുത്തത്. ഓക്കെ.
ഇത്രയാണ് നമുക്കിത് ചെയ്യാനുള്ളത്. നമുക്ക് കമ്പൈൽ ചെയ്ത് നോക്കാം. എററില്ല. നോട്ട് ഔട്ട്. നമ്മളത്രയും കോൺഫിഡൻറ്റോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ എറർ വരത്തില്ല. ഓക്കെ, ഒരു അലൈൻമെൻറ്റിൻ്റെ ഒരു വിഷയമുണ്ട്. നമ്മുടെ അലൈൻമെൻറ്റ് പാസിനൊരു സ്പേസ് കുറവാണ്. ഇവിടെ ഒരു ടാബ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നോക്കി 523 ഇത് അൺസോർട്ടഡ് അറേ. പാസ് 1 കഴിയുമ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പാസ് 1 കഴിയുമ്പോൾ ആ അറേയുടെ വാല്യൂ എങ്ങനെയാണ് വരുന്നത് നോക്കി. നോക്കിക്കഴിഞ്ഞാൽ പാസ് 1 കഴിയുമ്പോൾ അറേയുടെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 260, 341, 32, 523 ഇതോടെ കിടപ്പുണ്ട്. 445, 20, 25, 715, 28, then 149. ദെൻ അടുത്ത് പാസ് 2 വരുമ്പോൾ നോക്കാം. പാസ് 2 വരുമ്പോൾ 715, 523, 20, 25, 28, 32, 341, 445, 149, 260. ദെൻ അടുത്ത് പാസ് 3 വരുമ്പോൾ 225, 28, 32, 149, 260, 341, 445, 523, 715. ഓക്കെ, ദെൻ അടുത്ത് പാസ് 4 വരുമ്പോൾ അറേ 28 ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 28, 32, 149, 260, 341, 445, 523, 715, 2025. ഇത് നോക്കിക്കഴിഞ്ഞാൽ പാസ് 4 കഴിയുമ്പോൾ അറേ സോർട്ടഡ് ആയി. അതാണ് ഈ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് സോർട്ടഡ് ആയി. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. പ്രോഗ്രാം മനസ്സിലായി കാണും. അപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാം ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഔട്ട്പുട്ട് വെരിഫൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത എക്സ്പെരിമെൻറ്റുമായി കാണാം. ടിൽ ദെൻ ബൈ.